തളിപ്പറമ്പ് പട്ടുവം കാവുങ്കലിൽ പാമ്പ് കടിയേറ്റ എൻ നാരായണി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നു. ഞായറാഴ്ച വൈകിട്ടോടെ വീടിന്റെ പിറകുവശത്തു നിന്നാണ് പാമ്പ് കടിയേറ്റത്. പട്ടുവം കാവുങ്കൽ കുന്നൂർ റോഡിൽ എൻ നാരായണിക്കാണ് ഞായറാഴ്ച വൈകിട്ടോടെ വീടിന്റെ പിറകുവശത്തു നിന്ന് പാമ്പ് കടിയേറ്റത്. വീടിന് സമീപം കാലങ്ങളായി വിറക്, ചകിരി, ഓല എന്നിവ ശേഖരിച്ചു വെച്ചിരുന്നു. ചകിരി നിറച്ച ചാക്കു മാറ്റുന്നതിനിടെയാണ് പാമ്പ് കടിയേറ്റതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അപ്പോൾ വിറകും ചേരി ഇങ്ങനെ വീണ് കണ്ടത് അതിനുള്ളിലോട്ട് ആക്കാൻ പോകുന്ന സമയത്ത് പെണ്ണുങ്ങളെ കൈക്ക് കുത്തി. അപ്പോൾ പെണ്ണുങ്ങൾ സാധനം പാമ്പിനെ കണ്ടിനെന്ന് പറഞ്ഞു. ഒരു തല കറുത്തിട്ട് കുറച്ച് വണ്ണൂല പാമ്പാണെന്നാണ് പറഞ്ഞത്. അവരങ്ങളേരെ വരുമെന്ന് പറഞ്ഞു നമ്മളോട്, ഇങ്ങനെ ഇരിക്കുന്നു, ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന്. ഇത് നമ്മൾ വേഗം ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടെല്ലാം പോയി. അപ്പോൾ കിട്ടിയില്ല, ആംബുലൻസ് വിളിച്ചിട്ട് വേഗം കസേരമിലെടുത്തിട്ടാണ് കൊണ്ടുപോയി. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന നാരായണിയെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവസ്ഥലത്ത് വനം വകുപ്പും സ്നേക്ക് റെസ്ക്യൂ ടീമും പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചതെന്നാണ് അധികൃതരുടെ നിഗമനം. നാരായണിയും സഹോദരനും ഭാര്യയുമാണ് വീട്ടിൽ താമസിക്കുന്നത്. പ്രദേശത്ത് മുൻപ് വിഷപ്പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ തണുപ്പിലെ പ്രദേശത്ത് കൂടുതൽ പാമ്പിന്റെ ശല്യം സാധനം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഉടുമ്പ് അതേപോലെ വന്യജീവികളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് കാലാകാലങ്ങളിൽ 2-3 വർഷത്തെ സാധനങ്ങളാണെന്ന് ഈ ശരിയെന്ന് തോന്നുന്നു. അത്രയും പഴകി പൊടിഞ്ഞ രൂപത്തിലാണ് എളുപ്പമുള്ളത്. അപ്പോൾ അത് മൂത്രമൊഴികൾ വരുമ്പോൾ അതിൻ്റെ പിന്നെ വീണതുകൊണ്ട് എടുത്തു വെക്കാൻ വേണ്ടി ആ ശ്രമത്തിലാണ് കൈ ഇട്ടിട്ട് നീക്കുമ്പോഴാണ് ഈ കടിയേറ്റത്. ചൂട് കൂടുതലായതിനാൽ തണുപ്പ് തേടി വരുന്ന പാമ്പുകളുടെ എണ്ണം കൂടുതലാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.